സാർ റെഡിയാണോ? അയ്യോ സന്തോട് ബാക്കിലല്ലേ ഞാൻ മാത്രമേ ഇരുന്നുള്ളൂ. സഞ്ജയുടെ കൈയാണ് സഞ്ജയുടെ കൈ പിടിച്ച വീഡിയോ ഓൺ ചെയ്താൽ എവിടേക്കാ പോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. വയലിടയ്ക്ക് പോവാണ് അച്ഛന്റെ നാട്ടിലേക്ക് ഒരു യാത്ര. അതെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് ഒരു യാത്ര. അച്ഛനെ കൂട്ടിയില്ലെന്ന് അച്ഛൻ തിരക്കിലാണ്. ഭയങ്കര ബിസിയാണ്. അച്ഛൻ അച്ഛൻ അറിയപ്പെടുന്ന ഒരു ടൈലറാണ്. അത് വേറൊരു വ്ലോഗായിട്ട് അതിന്റെ വ്ളോഗ് ഞാൻ താഴെ ലിങ്ക് അല്ലാതെ വേറൊരു വ്ലോഗ് അടുത്ത ടൈലർ ആയതുകൊണ്ട് അച്ഛന് അച്ഛൻ എന്ന് കൂട്ടിയ അച്ഛനാ കല്യാണപ്പുരയിലുള്ള ആൾക്കാർ കൈ വെക്കും. അതുകൊണ്ട് കൂട്ടാൻ അത്ര അടിച്ചു കൊടുക്കാറുണ്ട്. അളവ് കാണണ്ട. അത്ര ഞെരുങ്ങിയിരിക്കുന്നത് ഈ മൂലയിൽ ആ മൂലയിലേക്ക് എല്ലാരും കൂടി പോകും. പിന്നെ കുറച്ച് ഈ മൂലയിലേക്ക് വരും. ബസ്സിലെ ഡ്രൈവർമാരും വളവൊന്നും ഓർക്കൊരു പ്രശ്നമല്ല. ഒരു ദിവസം വളയ്ക്കുന്നതല്ലേ. ബസ്സിലുള്ളവരെ നോക്കൂല. കൈയോട് ഞാൻ നിൽക്കണ്ട, കാലോട് ഞാൻ നിൽക്കണ്ട. വളക്കരം കൊണ്ട് വളക്കിയത് മിക്കവാറും അമ്മയെങ്കിലും കുറ്റം പറഞ്ഞത് ഈ വീഡിയോ റീച്ച് ആയാൽ നാളെ വരെ ബസ്സിക്കാൻ ഇതിന് ഇത് കൊടുക്കുന്നാരാ? ഞങ്ങ പോണെയാണ്, ഞങ്ങ വേണ്ടയാണ്. ഹലോ ഗൈസ്, നമ്മള് അച്ഛന്റെ നാട്ടിലേക്ക് പോകുന്ന വയലട. എവിടെയാ വയലട? സ്ഥലം വയലട. കോഴിക്കോട്ടെ പ്രത്യേകത 11, 11, 11, 4, എനിക്കിപ്പോൾ അറിയില്ല 12, 13, 14, 16. എന്താ ഛർദിക്കോ? മിണ്ടാണ്ടല്ലോ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ്? നാത്തൂനാണോ? അല്ല നാത്തൂനല്ല, ഏട്ടത്തിയമ്മയാണോ? ഏട്ടത്തിയമ്മ. ൊക്കെ വെട്ടി മറിക്കുന്നതാ. എത്തി തുടങ്ങിയിട്ടുണ്ട്. വെന്തില്ലല്ലോ ഇല്ലേ? കുഴപ്പമില്ല, ടേസ്റ്റ് കൊടുക്കും. വാങ്ങണ്ടോ? ഏത് ഷവർമയോ? അമ്മമ്മ അച്ഛമ്മ കഴിക്കോ? അച്ഛമ്മക്കല്ല, ഇവിടെ പൊറാട്ട കിട്ടൂലല്ലോ. ഇല്ല, ഇവിടെ എന്താ വേണ്ടത്? ബണ്ണും ഈറട്ടി മറ്റൊരു ഷവർമയും കുറ്റിയെല്ലാം കൂടി ആത്തുണ്ടോ നോക്കണേ. സഞ്ജു ഞാനും മാത്രം ഈ ബാക്ക് സീറ്റിൽ ബാക്കിയായി. സഞ്ജു നിനക്കറിഞ്ഞ നേരത്ത് കഴിക്കണം. ആദ്യത്തെ ഇവിടെ ചൂട് കാണിയെന്നവര് പറഞ്ഞു. ഇറങ്ങാം മക്കളെ. അമ്മ ഇവിടെ ഇന്നോട്ടെ. അമ്മയ്ക്ക് വേണ്ട. അച്ഛമ്മയ്ക്കും അച്ചാച്ചനും കുറച്ച് പലഹാരങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാട്ടോ. ഷവർമ്മയ്ക്ക് വേണ്ടി വെയിറ്റിംഗ്. കുറെ കാലത്തിന് ശേഷം കേട്ടോ ഞങ്ങൾ ഷവർമ്മ കഴിക്കാൻ പോകുന്നു. എന്തേ കുബൂസ് തീർന്നു പോയോ? വൈകുന്നേരം ആകുമ്പോ നല്ല നാളല്ലേ ഇവിടെ. അത് അവിടുന്ന് മുടി വെട്ടിയപ്പോ അവിടുന്ന് വാങ്ങി, അവരോട് വാങ്ങി റബ്ബർ ബാൻഡ് ഇട്ട് കുടുക്കിയിട്ട് അതിന്റെ അകത്ത് വെച്ചതാ. ഏട്ടല്ലേ കൂളിംഗ് ഗ്ലാസ് ഉണ്ടോ വേണ്ടി തുറന്നതാ. കൂളിംഗ് ഗ്ലാസ്സേ എന്റെ ബാഗില്ലേ കണ്ണട എടുക്കാൻ വേണ്ടി തുറന്നല്ലേ ചാടി വന്നു. അയാള് 2 എണ്ണം പറഞ്ഞു, ഇയാള് പറയുന്നത് 3 എണ്ണം പറഞ്ഞത്, ഞാൻ പറഞ്ഞ 5 എണ്ണം. സത്യത്തിൽ അപ്പുറം പോയി ചോദിച്ചിരിക്കുന്നു പൈസ എന്തൊക്കെയാന്നൊക്കെ. തൊറോത്തി മദാമ അങ്ങനെയല്ലേ? തൊറോത്തി മദാമ അറിയില്ല ആരാന്ന്. മണം നിറയാൻ തുടങ്ങി. സ്മെൽ എന്ന ഒരു നാറ്റം. എന്നാ അതിനെന്താ പറയാ, വേറെന്തൊരു വാക്ക് വാസനക്ക് വേറെ ഇംഗ്ലീഷ് എന്തോ പറയാലോ. വാസന ഓഡോർ അല്ല, വേറെ എന്തോ ഒരു സാധനം പറയും. അതുമല്ല, അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അതെ കമന്റ്. സ്മെല്ലിന് അല്ല, വേറെ സ്മെല്ലിന് വേറെ ഇംഗ്ലീഷ് അതെന്താ
അരോമ അതല്ലോ അതല്ലേ. നമ്മൾ എത്ര സമയം കൊണ്ട് എത്തും വയലടാ? പച്ചക്കറി എന്തേ വാങ്ങണ്ടേ? വലുതാ മണ്ണാച്ചൻ. നമ്മുടെ നാട്ടില് മണ്ണാച്ചൻ എന്ന് പറയുന്നത് മണ്ണാച്ചനല്ലേ ആണല്ലേ? മണ്ണാച്ചൻ മണ്ണെന്ന് പറഞ്ഞാല് മണ്ണച്ചൻ ഫാദർ. എനിക്ക് നന്മണ്ടേന്ന് സ്റ്റിയറിംഗിന്റെ ഉള്ളു. എന്നിട്ട് ആദ്യം ഇറങ്ങിയോടി സൈഡിലേക്ക് ഇറങ്ങി പൊട്ടിയൊക്കെ പറമ്പ് ചേൻ ബ്രേക്കും വലിച്ചു ഞാൻ ചാടി ഇറങ്ങി. എന്നോട് ഇവിടെ ഇപ്പൊ കൊന്നുതരാന്ന് പറഞ്ഞ അടിച്ചിട്ട് എങ്ങോട്ടോ പറഞ്ഞു. പിന്നെ എനിക്കൊരു സമാധാനം വണ്ടി ഓടി. പിന്നെ അതിനെ നിർത്തി കൊന്നായിട്ട് പോയത്. ഇല്ല അതിനെ കൊന്നില്ല, അതിന്റെ കയറി പോയി. പുറത്തിറങ്ങി തോണ്ടി കളയാ. പിന്നെ മറ്റേ കടിക്കണ സ്പൈഡറുള്ളത്, മറ്റേ രോമൊക്കെ ഉള്ള സ്പൈഡറില്ലേ, രാത്രി സിനിമ കണ്ടിട്ട് ഫോണിൽ വന്നത്. ലൈറ്റ് ഇട്ടുണ്ട് എന്നെ വിളിക്കണം, ഞാൻ അതിന്റെ അടുത്തായിരുന്നു ഉറങ്ങണേ. വെറുതെ അപ്പോഴെ കൊല്ലാമ്മ കൊല്ലാം മോനെ. അതിനോട് ഒരു ഉപദ്രവല്ല, കൊല്ലണ്ടായിരുന്നാണ് അതിന് ചട്ടിക്കൊല്ലു. മറ്റേ ഏട്ടന് പണ്ടേ പേടിയല്ലേ. പറഞ്ഞ കേക്കട്ടെ എന്തൊക്കെയാ ചോര വലിക്കണ്ടല്ലോ പെണ്ണിനാ. ആക്സിഡന്റ് പറ്റി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് കണ്ടത്. പക്ഷേ ഞങ്ങൾ നോക്കി, കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ചെറുതായിട്ട് കാലിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. സമ്മറിൻ തലയാട്. ഇതിപ്പോ തലയാട് എത്തിയില്ലേ? ഇപ്പൊ കൊഴിയുന്ന സമയമാണ് ഇല പൊഴിയും ശിശിര. കൊറേ കഴിഞ്ഞിട്ട് മനമൊരുക്കും വേദന. എന്തൊക്കെ ഡയലോഗുകളായിരുന്നു ഇപ്പൊ കണ്ടോ, ഒന്നും അറിയാതെ. ഉണന്നാൽ അലമ്പ വിളിക്കട്ടോ. ഞങ്ങൾ എപ്പോൾ അച്ചമ്മേൻ്റെയും അച്ചച്ചൻ്റെ അടുത്ത് പോകുമ്പോൾ ഇതുപോലെ പച്ചക്കറികളും മീനും കപ്പയൊക്കെ ഇട്ടാട്ടോ പോവുക. കുറച്ച് വാങ്ങിയിട്ട് പോവും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ പോയിട്ട് ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടൊക്കെ ആട്ടോ തിരിച്ച് വരിക. ഇത്തവണ ഞങ്ങൾ കപ്പ വാങ്ങിയില്ല, അതിന് പകരം ഞങ്ങൾ പൊറോട്ട വാങ്ങി. കാരണം അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ. അവിടെ അവർ രണ്ടുപേരും തനിച്ചാട്ടോ ഉള്ളത്. അപ്പോൾ അച്ചച്ചന് വല്ലപ്പോഴും ഇതുപോലെ കുറച്ച് ദൂരമുണ്ട് നമ്മൾ സാധനമൊക്കെ വന്ന് വാങ്ങാനൊക്കെ. അവിടെ ആ റൂട്ടിലാണെങ്കിൽ ഒരു ബസ് മാത്രമേ ഉള്ളൂ. വയലട എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ശരിക്കും ഇതൊരു മലയാണ് കേട്ടോ. നമ്മളിങ്ങനെ പോകണം. അപ്പം നമ്മൾ ചെറുപ്പത്തിലൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു റൂട്ടിൽ 1-2 ജീപ്പ് സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഒരുപാട് നേരം കാത്തു നിന്നിട്ട് വേണം പോവാൻ. അത് നമ്മുടെ വീട് വരെ ജീപ്പ് പോവില്ല. ഒരു വഴിയിലെത്തിയാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് നടക്കണം, ഒരുപാട് ദൂരം നടക്കേണ്ടിയിരുന്നു. നമ്മൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് നാട്ടിൽ വരുമ്പോഴാട്ടോ അച്ഛമ്മനെയും അച്ഛനെയും കാണാൻ പോകുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന്. അച്ഛമ്മയ്ക്കും അച്ഛനും 4 ആൺകുട്ടികളാണ് കേട്ടോ. എൻ്റെ അച്ഛൻ 2ാമത്തെ ആളാണ്. 2 പേര് മലപ്പുറത്തും 2 പേര് കോഴിക്കോടാണ്. പക്ഷെ എന്താവശ്യമുണ്ടെങ്കിലും അവർക്ക് 4 ആൺകുട്ടികളും എവിടെയാണെങ്കിലും ഓടിയെത്തുന്നവരാട്ടോ. അച്ഛനും അച്ഛമ്മയും എത്ര വയ്യാതായാൽ മാത്രമേ മക്കളെ വീട്ടിൽ വന്ന് നിൽക്കുള്ളൂ. എത്ര വിളിച്ചാലും അവർ വരില്ല. കുറച്ചുകൂടെ ഞങ്ങളിങ്ങനെ നിൽക്കട്ടെ, ഒട്ടും വയ്യാതായാൽ മാത്രമേ ഞങ്ങൾ വരുള്ളൂ എന്ന് പറയും. പിന്നെ 2 പേരും ഒട്ടും പിരിഞ്ഞ് നിൽക്കില്ല കേട്ടോ. എവിടെ പോവുകയാണെങ്കിലും അവർ ഒരുമിച്ച് പോവുകയും അവിടെ നിൽക്കുകയും ചെയ്യുള്ളൂ. അവിടെ എത്തി. നമ്മൾ കുറച്ച് നടക്കണം. എന്താ കാണിക്കണോ? ഇല്ല മുന്നിലൊന്നും ഇല്ലായിരുന്നല്ലോ.
അല്ലേ? മുന്നിലൊന്നുമില്ല അതിനല്ലോ. ആ കാണാൻ നല്ല ഭംഗിയില്ലേ? പിന്നെ ഞങ്ങൾ നടന്നു പോവാ. കുറച്ച് നടക്കാനുണ്ട്. എന്റെ മുഖം എടുത്തതാ. ചേച്ചി ഒന്ന് പിടിച്ചു. കുറച്ച് ദൂരത്തോട്ട് നടക്കാനുണ്ട്. ഇവിടെ ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്. അയ്യോ പോപ്പതാ. കടവ് കിടക്കണേ. നേരെ എടുത്തുതന്നെ കടവ് കിടക്കും. തുണി അതിന്റെ മുകളിൽ ചെരുപ്പിന്റെ ഉള്ളിൽ ഇതോ പ്ലാസ്റ്റിക്. മഴക്കാലമായാലും നല്ല ഭംഗിയാട്ടോ ഈ തോട് കാണാൻ. നല്ലോണം വെള്ളവും ഉണ്ടാവും. ഞങ്ങൾ പണ്ടൊരു മഴക്കാലത്ത് വന്നപ്പോൾ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. നമ്മളിരുന്ന് ഫോട്ടോ എടുത്തല്ലേ? ആ അയിനു അയിനു എവിടെ? അതിനെ കാണുന്നില്ല. ബാക്കിലാണോ? നടക്ക് മുന്നില്ല. ആദ്യം ഇവിടെ കൃഷിയൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇവിടെ നല്ലൊരു താഴ്വാരം പോലെയുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പം കൃഷിയെല്ലാം വന്നു. ഓ വീട് കാണുന്നതാണ് അച്ഛൻ്റെ വീട്. അച്ഛൻ്റെ വീട് കണ്ടിട്ട് എത്ര കാലായി. അച്ഛൻ വരുന്നുണ്ടോ? അച്ഛല്ല, അച്ഛൻ വരുന്നില്ല. എല്ലാ ഞായറാഴ്ചയും ഇവിടെ എത്തൂന്ന് പറഞ്ഞ രണ്ടാൾക്കോലെ കണ്ടിട്ട് എത്രയോ ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടില്ല. ഞായറാഴ്ച ബൾബ് പോയതാ. ബൾബ് മാറ്റണം. ഏതാ കത്തൂല നല്ല അടിപൊളി എന്താ ബൾബ് മാറ്റണം? പഴയത് ബന്ദ് ചായ പയറ് തേങ്ങ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പയറോ കായോ വെള്ളരി അങ്ങനെ എന്തോ. അണ്ണാച്ചിയോ? പിന്നെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഏത് ആ മീൻ കണ്ടോ? ലൈറ്റില്ല. അത് കാണിക്കും. ഇവിടെ മഴ പെയ്തോ? മണ്ണും നന്നുണ്ട്. പെയ്തുണ്ടാവുന്ന ആള് വീട്ടിലെ പെയ്തില്ല. അതിന്റെ രസം അന്ന് പെയ്തുണ്ടാവും അങ്ങോട്ട് മഴ. ഇത് മറ്റേ കണയം
നിറയെ കൊക്കോക്കായി ഒന്നും കാണാനില്ലല്ലോ. എന്താ പാല് വാങ്ങാല്ലേ? ഇത് ഗ്രാമ്പല്ലേ ഇത്? കഴിഞ്ഞെന്ന് തോന്നുന്നു. പൂവില്ലേ ഗ്രാമ്പു നോക്കണേ, ഞാൻ വെള്ളം കുറച്ചുകൂടി എത്തണ്ടേ. ഇവിടെ അടുപ്പിട്ടാ അല്ലേ കഴുകാൻ വേണ്ടിട്ട്. കൊക്കോക്കായ ഉണ്ട് നല്ലോണം അല്ലേ? കൊക്കോക്കായ ഇതിന്റെ മുകളിലുണ്ടല്ലോ മുന്നില്. എന്തേലും പറ. ഇതിപ്പോ അച്ഛന്റെ വീട് പഴയ വീട് കൊറേ മേലെയായിരുന്നു. ഇപ്പൊ അത് വേറെ വീട് വാങ്ങിയതാ താഴോട്ട് വന്നിട്ട്. എന്തൊക്കെയുണ്ട് അച്ചാച്ച വിശേഷം? ഇത് മുന്നില് നടക്കുക, മുറിച്ചോളുക. മീൻകറി വെക്കുമെന്ന വ്യാജന രണ്ടും കൂടെ അവിടുന്ന് കളി തന്നെയാണ്. നമ്മുടെ ചട്ടി റെഡിയാണ്. ഇനി വാട്ടിയിട്ടാണ് കണയൻ കറി ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. നല്ല അടിപൊളി വെച്ച് പറയല്ലേ, നല്ല അടിപൊളി കണയനാണ്. ചേച്ചി ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. ഒന്നും അറിയില്ലെങ്കിലും ആ ഭാവം കാണിക്കുമല്ലോ ഒരിക്കലും. ഇതെന്താ അമ്മമ്മേനെ കുളിപ്പിക്ക? ചന്ദനം ചന്ദനം വെറുതെ എന്റെ ഡ്രസ് കൊടുത്ത് കൊണ്ട് മതി മതി ഞമ്മ കയറുമ്പോണ്ട അമ്മേനൊക്കെ കൊല്ലും. അമ്മ പറയട്ടെ, രണ്ടാളോ രണ്ടാളോ ഓരോ മണ്ട പുറ ശരി വാ നിൽക്കുക. കൊച്ചുമക്കൾ സ്നേഹിച്ചില്ല എന്ന് പരാതി വേണ്ട. ഇത്ര സ്നേഹം വേണ്ട. പഴയ അടുപ്പ് ഇവിടെയൊക്കെ പാറയാണ് കേട്ടോ, തെക്കോട്ടൊക്കെ. പക്ഷെ സേഫാണ്. കരിയൊന്ന് തളച്ചാൽ സമാധാനമായിരുന്നു. നല്ല ചൂട് പറക്കുന്ന മീൻകറി. ഇവിടുത്തെ ലൈറ്റ് പോയല്ലോ. അച്ഛൻ ചെടിക്ക് ഓഫ് ആക്കുന്നുണ്ടല്ലോ. ഇല്ല അല്ല, വീട്ടിൽ കൂടെ നടത്തുന്നു 2025. അത് തിരക്ക് കൂട്ടുന്നില്ല ചേച്ചാ, മെല്ലെ എടുത്താ പോരാ ചേട്ടാ. ഞാളാടല്ലേ ഉള്ളത്. പന്നിക്ക് ഇവിടെ കൊമ്പുണ്ട്. അയാളെ കൊമ്പേക്ക് അയാളെ കൊമ്പേന്ന് ബ്ലഡ് വന്ന് രണ്ട് ഹോളായി. അയാള് അല്ല പന്നി ഇങ്ങനെ കുത്തി ആ കൊമ്പോണ്ട്. എന്നിട്ട് അങ്ങോട്ടാണ് അയാള് ചത്തു.
അമ്മ ഇവിടെ ഇരിക്കുന്നോ? ഇംഗ്ലീഷിൽ പറ. ആടെ ഒരു ചേട്ടനുണ്ടേ, അയാള് അമ്മ അമ്മാന്ന് അതിനെന്താ നിന്നെ അമ്മ കഴിക്കുന്നേ? ഇല്ലേ? അച്ഛമ്മക്ക് ഇഷ്ടല്ല അമ്മാന്ന് വിളിക്കുന്നേ. ജാനുവെന്ന് വിളിച്ചാൽ അച്ഛമ്മക്ക് ദേഷ്യം വരുന്നുണ്ട് അമ്മാന്ന് വിളിക്കുന്നേ. വിളിഞ്ഞ പോരെ, ജാന്ന് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. എവിടെയോ പോയിട്ടേ മാന്നൊക്കെ വിളിച്ചിട്ട് ആൾക്കാർ വിചാരിക്കും അയാളെ അമ്മ എപ്പോഴും ഉണ്ട്. അമ്മയാന്നെ മുറിയിലെ കണ്ടാല് മീശൊക്കെ നിറച്ചില്ലേ, അങ്ങോട്ട് പോയാ മതി. ആരും അവസാനം അങ്ങനെയാ. ആദ്യം നിറയ്ക്കോ? ജനിച്ചപ്പോ നരച്ചോന്നു. എനിക്ക് എത്ര വയസ്സായി? നിങ്ങൾക്ക് അച്ഛമ്മ കൂട്ടുക വയസ്സ് കൂട്ടുക. 88. 88 ഉണ്ടാവില്ല. 58 80. 80യോ? 81. 86. അല്ല അല്ല 84. 84. ഇല്ലേ? ഇല്ലേ? ചെമ്മനോട് 84 ഒന്നല്ല. ചെമ്മ കണക്ക് കൂട്ടുക. 81. എനിക്കോ? എനിക്ക് 77 എന്നൊക്കെയാ പറയുന്നത്. അക്കണക്കിനാണ് അച്ചാച്ചന് അത്രയും വയസ്സുണ്ടെങ്കിൽ എനിക്ക് ലേശം വയസ്സ് കൂടുതലുണ്ടാവും. ഉള്ള വയസ്സങ്ങ് പറ, കുറച്ചൊന്നും പറയല്ലേ. 76 ഇപ്പം അടുത്ത കൊല്ലം ആയാലും ഒന്നുകൂടി ആയില്ലേ? അപ്പൊ 27. ചേമ്പ് പറിക്കാൻ പോവാണ്. നോക്കട്ടെ. പറിക്കാൻ പറ്റാത്ത കണ്ടേ പിണ്ടേക്ക് അടിയിലായിട്ട് കണ്ട് മാത്രം പറഞ്ഞാല് അന്റെ പുറ അച്ഛൻ പൊളിക്കും. എനിക്ക് എപ്പോഴും ഇവിടെ ഓർമ്മ അച്ഛൻ മുരിങ്ങന്റെ കൊമ്പ് ഇവിടുത്തെ ഇതാ അത് ഇവിടെ ഉണ്ട് ഇപ്പോഴും. മുരിങ്ങ കാപ്പിക്കൂരി കിട്ടിയോ? കാപ്പിക്കുരു ആട്ടുംകാട്ടത്തെ കടുക കനകാമ്പര പൂ ഉണ്ട് കേട്ടോ ഇവിടെ. ലേറ്റ് അടിച്ചെന്ന് ഒരു മിനിറ്റ് ഞാൻ നിർക്കട്ടെ. ആദ്യം അതിന്റെ സൈഡൊക്കെ ക്ലീൻ ആക്കണം. അതിന് ശാസ്ത്രീയമായ രീതിയിൽ സ്ഥലത്ത് ഇപ്പൊ കാണിച്ചു തരും. കാറിന്റെ മെക്കാനിക്ക്, ചേമ്പിന്റെ മെക്കാനിക്ക് ഒക്കെ ഇനി വിത്ത് മാത്രം പറിച്ചെടുക്കല്ല. ഇക്ക് മാത്രം എനിക്കറിയല്ലേ? നാണം കെടുത്താണ്ടിരിക്കാൻ വേണ്ടിട്ട് വീഡിയോ സഹിതമാണ്. നീ ഇങ്ങനെ പറക്കുമ്പേ മലർന്നടിച്ച് ഇങ്ങനെ മലർന്നടിച്ച് വീഴേണ്ട തമ്മയിലും കൊടുക്കണം. കിടക്കുന്നില്ലേ അങ്ങനെ വീഴാൻ പോകുന്നേ. നമ്മൾ ആവശ്യമുള്ള വിത്ത് മാത്രം പൊട്ടിച്ചെടുത്താലോ ബാക്കി പിന്നെ പറിച്ചാലോ? അടുത്ത പ്രാവശ്യം ബാക്കി ഇതങ്ങ് പൊട്ടിച്ചാലോ. കേറിക്കല്ല ഇവിടുന്നാക്കിയ പോരെ. അങ്ങോട്ട് ആട്ടണം. അവസാനം ആ തണ്ട് മാത്രം കഴിയും. ചാച്ചൻ പറഞ്ഞു. ചാച്ചൻ ഉണ്ടാവില്ലാന്നോ? ചാച്ചൻ പറഞ്ഞതാ. 10 വിത്തുണ്ടെങ്കിലോ? ചെറിയ വിത്തല്ല സാന്താ വാങ്ങുന്നത്. ചിലർക്കാണല്ലോ ഞാൻ കാര്യം ജാക്കറ്റ് ഉണ്ടോ? ജാക്കറ്റ് വെച്ചിട്ട് ചാച്ചൻ പറഞ്ഞു. എന്താണെന്നറിയോ, അന്ന് ഇതിന്റെ മുന്നേ ദവമായിട്ട് ഉണ്ടായിട്ടല്ലേ 1 4 വിത്ത് അങ്ങനെ ഉള്ളേ. അല്ല അത് ഉപ്പേരി വെച്ചൂടെ ശ്രീ? അല്ല ബാഹുബലി. അത് പിറന്നാള് എന്താടാ ആവശ്യമുണ്ടോ? കണ്ട മാത്രമേ ഇറങ്ങുന്നുള്ളൂ. അടി വന്നില്ല. പിന്നെ ഇത് മാത്രം
വിചാരിച്ചാൽ ശിശു അടുത്ത ശിശു ശ്രീ ശിശു ശിശു വേര് പൊട്ടുന്ന അടിയിൽ വിത്തതായി ഉണ്ടാവും. അതാ ഓടിക്കല്ലേ ഇതിന്റെ ഞാൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത്. കാണാൻ മാത്രമൊന്നും ഇതിനകത്തില്ല അമ്മ മരുന്നാത്ത അതൊക്കെ ഇറ്റപ്പില്ല മരുന്നാത്ത എത്ര ഞാൻ പറഞ്ഞോ പത്തത്തിയോ അമ്മ ചെറിയ വിത്ത അമ്മ പറഞ്ഞ വിത്തപ്പ കേട്ടോ 1 ലാസ്റ്റ് എണ്ണടാ അത് തൂക്കിപ്പിടി ഒരു ഫോട്ടോ എടുക്കട്ടെ ശ്രീ അങ്ങനെയല്ല അല്ല തുപ്പേരി വെക്കാൻ എടുത്തൂടെ കിട്ടിയില്ല ഇനിയുണ്ടോ കഴിഞ്ഞോ അമ്മേ പിടിച്ചേ ഒരു വളമിട്ടില്ല മണ്ണൂട്ടില്ല മൂന്നെണ്ണുണ്ട് ചാച്ച കുടിച്ചിട്ടതാ അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. ശിശു ചേമ്പിന്റെ തണ്ട് മൊത്തം കയ്യിലാക്കിയിട്ടുണ്ട്. അമ്മ ഇവിടുന്ന് കിട്ടിയ സാധനമൊക്കെ കവറിലാക്കിയിട്ടുണ്ട് സഞ്ചിയിൽ. അങ്ങനെ ഞങ്ങൾ മടങ്ങുകയാണ്. മഞ്ഞ് നല്ല മഞ്ഞുണ്ട്. എപ്പോഴും ഇവിടുന്ന് പോകുമ്പോൾ ഒരു വിഷമമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.